വത്തിക്കാൻ വോയിസ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് വീണ്ടും ഞാൻ നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സന്ദേശങ്ങൾ നമ്മൾ ഈ പ്രോഗ്രാമിലൂടെ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് പരിശുദ്ധ പിതാവ് അടുത്ത കാലത്ത് പരിശുദ്ധാത്മാവിനെക്കുറിച്ചും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുമാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. വെനസ്ഡേ കാറ്റക്കേസിസ് എന്ന് പറയുന്ന പ്രോഗ്രാം എല്ലാ ബുധനാഴ്ചകളിലും പരിശുദ്ധ പിതാവ് റോമിലുള്ളപ്പോൾ അവിടെ ഒന്നിച്ചു കൂടുന്ന ആളുകളോട് ഓരോ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. മിഷൻ പ്രവർത്തനത്തെക്കുറിച്ച്, ഔത്സുക്യത്തെക്കുറിച്ച് പറഞ്ഞത് ചില പ്രസംഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ പരിശുദ്ധ പിതാവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെക്കുറിച്ചാണ്, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചാണ്. അതിലൊരു പ്രസംഗം വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് പല പ്രസംഗങ്ങൾ ഒരുപക്ഷെ കേൾക്കേണ്ടി വരും. പരിശുദ്ധാത്മാവിൽ ഒരു നവീകരണം വന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്നവരാണ് നാം. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് വലിയ അവബോധമുള്ളവരുമാണ് നാം. അതുകൊണ്ട് ഈ പരിശുദ്ധ പിതാവിൻ്റെ ചിന്തകൾ നമ്മൾ ഗ്രഹിക്കുന്നത് നമ്മുടെ ശരിയായ ആത്മീയ യാത്രയ്ക്ക് ഉപകരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. പരിശുദ്ധ പിതാവ് ദൈവവചനവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞ ഒരു വാക്കാണ് പരിശുദ്ധാത്മാവും ദൈവവചനവും. ദൈവവചനത്തെ പ്രചോദിപ്പിച്ച പരിശുദ്ധാത്മാവ്, ദൈവവചനം പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്താൽ എഴുതപ്പെട്ടതാണ്. ആ ആത്മാവ് തന്നെയാണ് അത് നമുക്ക് വിശദീകരിച്ച് തരുന്നത് എന്നും എല്ലാ കാലവും സജീവമായി നിലനിൽക്കുന്ന ഒന്നാക്കി അതിനെ മാറ്റുന്നത് എന്നും പരിശുദ്ധ പിതാവ് പ്രബോധിപ്പിക്കുകയാണ്. വചനത്തിൻ്റെ നിത്യനൂതനത്വം, അതിൻ്റെ പ്രസക്തി, എന്നുമുള്ള പ്രാധാന്യം അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താൽ എഴുതപ്പെട്ടതും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ മനസ്സിലാക്കേണ്ടതുമായ കാര്യമാണ് എന്നതുകൊണ്ടാണ്. എങ്ങനെയാണ് വിശുദ്ധ ഗ്രന്ഥം വായിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് മാർപ്പാപ്പ ഈ പ്രബോധനത്തിൽ നമ്മോട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പരിശുദ്ധ പിതാവ് നിരന്തരം എങ്ങനെ വായിക്കണം എന്നതിനെക്കുറിച്ചും നമ്മോട് പറയുന്നുണ്ട്. ഒരു ബൈബിൾ പോക്കറ്റ് എഡീഷൻ എപ്പോഴും അത് മാർപ്പാപ്പ ആവർത്തിച്ച് പറയുന്നതാണ്. എത്രയോ പ്രാവശ്യം അത് പറഞ്ഞിട്ടുണ്ട്. വായിക്കുന്നതിനെക്കുറിച്ചും നമ്മോട് പറയുകയാണ് പല പ്രാവശ്യം. നമുക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ, സമയം കിട്ടുമ്പോഴൊക്കെ, സൗകര്യമുള്ളപ്പോഴൊക്കെ അത് വായിക്കാമല്ലോ. ദൈവത്തിൻ്റെ വചനം മനസ്സിലാക്കാനും ജീവിക്കാനും അത് ശക്തി നൽകുമെന്ന് പരിശുദ്ധ പിതാവ് പറയുന്നു. മാർപ്പാപ്പ തുടങ്ങുകയാണ്: പ്രിയ സഹോദരീ സഹോദരന്മാരെ, നിങ്ങൾക്ക് സുപ്രഭാതം ഞാൻ ആശംസിക്കുന്നു. എല്ലാ ബുധനാഴ്ചകളിലും 11 മണിക്കാണ് മാർപ്പാപ്പയുടെ പ്രസംഗം നടക്കുന്നത്. അതോടൊപ്പം തന്നെ സ്വാഗതം, എല്ലാം നാനാ രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാവർക്കും സ്വാഗതമെന്നും പറഞ്ഞുകൊണ്ടാണ് മാർപ്പാപ്പ തുടങ്ങിയത്. നമ്മുടെ പ്രത്യാശ ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിലേക്ക് നമ്മെ, സഭയെ നയിക്കുന്ന പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള ഒരു പ്രബോധന പരമ്പരയാണ് ഞാൻ നിങ്ങൾക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാവാണ് നമ്മുടെ മാർഗദർശി. പാപ്പ പറയുകയാണ്. പരിശുദ്ധാത്മാവിന് സൃഷ്ടിയിലുള്ള പങ്കിനെക്കുറിച്ച് ഇതിനു മുമ്പ് മാർപ്പാപ്പ ഒരു പ്രസംഗം നടത്തിയിരുന്നു. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ദൈവപ്രചോദിതമായി എഴുതപ്പെട്ട തിരുലിഖിതത്തിലെ പരിശുദ്ധാത്മാവിൻ്റെ വെളിപാടിനെക്കുറിച്ചാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. മാർപ്പാപ്പ ബൈബിൾ തന്നെ ഉദ്ധരിക്കുകയാണ്. വിശുദ്ധ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്. നമുക്കറിയാം, തിമോത്തിക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായം 16-ാം വചനമാണിത്. ഇത് നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നത് നല്ലതാണ്. വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്. പുതിയ നിയമത്തിലെ തന്നെ മറ്റൊരിടത്ത് നാം ഇപ്രകാരം വായിക്കുന്നു എന്ന് മാർപ്പാപ്പ പറഞ്ഞു. പത്രോസ് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 21 ഈ വചനവും ശ്രദ്ധിക്കുക: പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായി ദൈവത്തിൻ്റെ മനുഷ്യർ സംസാരിച്ചവയാണ് വിശുദ്ധ ലിഖിതങ്ങൾ. ഒന്നുകൂടി: പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായി
ദൈവത്തിൻ്റെ മനുഷ്യർ സംസാരിച്ചതാണ് വിശുദ്ധ ഗ്രന്ഥങ്ങൾ എന്ന കാര്യം പത്രോസ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. സുവിശേഷങ്ങൾക്ക് പിന്നിലുള്ള ദൈവിക പ്രചോദനത്തെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രബോധനങ്ങളാണ് ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ എന്നും മാർപ്പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് പ്രവാചകരിലൂടെ സംസാരിച്ചുവെന്ന വസ്തുതയാണ് വിശ്വാസ പ്രമാണത്തിലൂടെ നാം ഏറ്റുപറയുന്നത്. ഇതാണ്, പ്രവാചകന്മാരിലൂടെ പരിശുദ്ധാത്മാവാണ് സംസാരിച്ചത്, അവരുടെ വാഗ്ദാനങ്ങളിലൂടെ നമുക്ക് ലഭിച്ചത് എന്ന കാര്യം സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ഇതാണ് വിശുദ്ധ ഗ്രന്ഥത്തിന് പിന്നിലുള്ള ദൈവിക ഇടപെടൽ എന്നതുകൊണ്ട് അർത്ഥം വയ്ക്കുന്നത്. വിശുദ്ധ ലിഖിതങ്ങൾക്ക് പിന്നിലെ പ്രചോദനമായ പരിശുദ്ധാത്മാവ് ഉണ്ടോ, പരിശുദ്ധാത്മാവിൻ്റെ അത് നമുക്ക് വിശദീകരിച്ച് നൽകുകയും വചനത്തെ ശാശ്വതവും സജീവവുമായി നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു. എഴുതപ്പെടുക മാത്രമല്ല, ഇന്നതിനെ വ്യാഖ്യാനിക്കുകയും വിശദീകരിക്കുകയും സജീവമായി നമ്മളിൽ അത് നിലനിർത്തുകയും ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് സുവിശേഷത്തിന് പിന്നിലെ പ്രചോദനമാവുക മാത്രമല്ല, അത് മനസ്സിലാക്കാൻ നമ്മെ നിരന്തരം പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു. ഈ രണ്ട് കാര്യങ്ങൾ ഒന്നിച്ചു നിൽക്കുകയാണ്. എഴുതപ്പെട്ടത് പരിശുദ്ധാത്മാവിനാലാണ്, പ്രചോദനത്താലാണ്. അതുപോലെ തന്നെ മനസ്സിലാക്കാൻ നമ്മെ നിരന്തരം പ്രചോദിപ്പിച്ചുകൊണ്ടിരുന്നു. ബൈബിൾ വായിക്കുമ്പോൾ നമുക്കതിൻ്റെ ഒരു അർത്ഥം തരുന്നത് പരിശുദ്ധാത്മാവാണ്. തിരുലിഖിതങ്ങൾ ദൈവത്താൽ പ്രചോദിതമാണെന്ന് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ വളരെ ശക്തമായി നമ്മളെ പഠിപ്പിക്കുകയുണ്ടായി. വാചകം ഇതാണ്, ദൈവാവിഷ്കാരത്തെക്കുറിച്ചുള്ള രേഖയിലാണ് നമ്മളത് വായിക്കുന്നത്. പ്രവാചകന്മാരുടെയും അപ്പസ്തോലന്മാരുടെയും വാക്കുകളിൽ മുഴങ്ങുന്നത് പരിശുദ്ധാത്മാവിൻ്റെ സ്വരമാണ്, ദൈവത്തിൻ്റെ ശബ്ദമാണ്. മാറ്റമേതുമില്ലാതെ പരിശുദ്ധാത്മാവിലൂടെ പ്രതിധ്വനിക്കുന്നത് എന്നതാണ് ആ വാക്കുകൾ. ഉത്ഥാനത്തിന് ശേഷം തിരുലിഖിതങ്ങൾ മനസ്സിലാക്കാൻ പാകത്തിന് പറ്റുന്ന രീതിയിൽ ശിഷ്യന്മാരുടെ ഹൃദയം തുറന്നു കൊടുത്തു എന്ന് നാം വായിക്കുന്നുണ്ട്. അവരുടെ ഹൃദയങ്ങളെ ലൂക്കായുടെ സുവിശേഷം 24:45 നാം വായിക്കുന്നത്. എമ്മാവുസിലേക്ക് പോയ ആ സഹോദരന്മാർക്ക് ആണിത് ചെയ്തത്. തിരുലിഖിതങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ അവരുടെ ഹൃദയങ്ങൾ തുറക്കുന്നത് കർത്താവാണ്, ഉത്ഥിതനായ കർത്താവാണ്, പരിശുദ്ധാത്മാവാണ്. ഈശോയുടെ ചൈതന്യമായി പരിശുദ്ധാത്മാവ് സഭയിൽ വ്യാപരിക്കുന്നത് അതുകൊണ്ട് ഈ രീതിയിലാണ് എന്ന കാര്യവും നമ്മൾ ഓർക്കണം. തീർച്ചയായും ഇത് സംഭവിക്കുന്ന ഒന്നാണ്, നമ്മൾ ഓർക്കണം. മാർപ്പാപ്പ തർപ്പിച്ച് പറയുകയാണ്, ഇത് സംഭവിക്കും. പ്രത്യേക വികാരങ്ങളൊന്നുമില്ലാതെ, നമ്മൾ പലപ്പോഴും ബൈബിൾ വായിക്കുന്ന ഒരു വികാരവും ഇല്ലാതെയാണ് എന്ന് പാപ്പ പറയുകയാണ്. അങ്ങനെയാണല്ലോ, വായിക്കാറേ ഇല്ല ഒത്തിരി പേര്. വായിച്ചാലും ഒരു കടമ നിർവഹിക്കുന്നത് പോലെ വായിച്ചു പോകുന്നതേ ഉള്ളൂ, ഒന്നും മനസ്സിലാകുന്നില്ല. കുർബാനയിൽ പോലും വായിക്കുമ്പോൾ ഞാൻ ഓർത്തു, കുഞ്ഞുങ്ങളാണ് വായിക്കുന്നത്, അവർക്ക് അതിൻ്റെ എല്ലാ വാക്കുകളും പോലും കിട്ടില്ല, സെൻറ്റൻസിൻ്റെ അർത്ഥം പോലും കിട്ടിയില്ല. ഒരുങ്ങി വരണമെന്ന് പറഞ്ഞാൽ പോലും അങ്ങനെ വരാറില്ല. നമ്മൾ നോക്കണം, മാർപ്പാപ്പ ഇവിടെ അതാണ് പറയുന്നത്. പ്രത്യേക വികാരങ്ങളൊന്നുമില്ലാതെ പലവട്ടം നാം വിശുദ്ധ ഗ്രന്ഥം വായിച്ചിട്ടുണ്ടെങ്കിലും വിശ്വാസത്തോടെയും പ്രാർത്ഥനയുടെയും നമ്മൾ വായിക്കുമ്പോൾ, അങ്ങനെ നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ വായിക്കുമ്പോൾ ദൈവവചനത്തിന് തിളക്കം കൂടുന്നതായി അനുഭവപ്പെടും. അങ്ങനെയാണത് നമുക്ക് ഉപകാരപ്പെടുന്നത്. അവ നമ്മോട് തന്നെ സംസാരിക്കുന്നതായും നമ്മുടെ ജീവിത പ്രശ്നത്തിൽ പ്രകാശം ചൊരിയുന്നതായും അപ്പോൾ നമുക്ക് അനുഭവപ്പെടും. അതാണ് വചനത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. അത് നമുക്ക് ഹൃദയം തുറന്ന് നമ്മൾ വായിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ആ പ്രത്യേക സാഹചര്യത്തിലെ ദൈവഹിതം എന്താണെന്ന് വെളിപ്പെടുകയും ചെയ്യും. വിശുദ്ധരുടെ ഒക്കെ ജീവിതത്തിൽ അത് നമ്മൾ കാണുന്നുണ്ട്. ഇന്നും നമുക്കറിയാം, സാധാരണക്കാരായ ആളുകൾ വിശ്വാസത്തോടെ തീക്ഷ്ണതയോടെ വായിക്കുമ്പോൾ അവർ ചെയ്യേണ്ട കാര്യം എന്താണ് എന്ന് വ്യക്തമാക്കുകയാണ് ദൈവവചനം. അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ ഇല്ലാതെ, മാർപ്പാപ്പ പറയുന്ന ഈ വാചകം ശ്രദ്ധിച്ചോണം,
ഈ മാറ്റം സംഭവിക്കുകയില്ല നമ്മുടെ ജീവിതത്തിൽ. പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലില്ലെങ്കിൽ, ഇടപെടൽ നമ്മളിൽ നടത്താൻ നമ്മൾ നമ്മളെ തന്നെ വിട്ടുകൊടുക്കുന്നില്ലെങ്കിൽ, തിരുവചനങ്ങൾക്ക് പ്രത്യേക തിളക്കം നൽകുന്നത്, അത് നമുക്ക് അർത്ഥവത്താകുന്നത് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമാണ്. നമുക്ക് തിളക്കം നൽകുന്നത് എബ്രായർക്കുള്ള ലേഖനത്തിലെ വളരെ പ്രസിദ്ധമായ ആ വചനം നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. നമുക്ക് വായിക്കാം, അത് വളരെ പ്രസിദ്ധമാണല്ലോ. ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതുമാണ്. 4-ാം അധ്യായം 12-ാം തിരുവചനമാണിത്. ദൈവത്തിൻ്റെ വചനം അതാണ്. ഇത് നമുക്ക് ബോധ്യമുണ്ടോ എന്ന് ചിന്തിക്കണം. മാർപ്പാപ്പ പറഞ്ഞു, പ്രിയ സഹോദരീ സഹോദരന്മാരെ, പരിശുദ്ധാത്മാവിൻ്റെ മാർഗനിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള തിരുവചന വായനയാണ് സഭയെ പോഷിപ്പിക്കുന്നത്. നമ്മളെ ഒക്കെ പോഷിപ്പിക്കുന്നത് അതാണ്. ഒന്നുകൂടെ, പരിശുദ്ധാത്മാവിൻ്റെ മാർഗനിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള തിരുവചന വായനയാണ് നമ്മളെ പോഷിപ്പിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിലെ രഹസ്യങ്ങളുടെ താക്കോൽ, മാർപ്പാപ്പ പറയുകയാണ്, താക്കോൽ പരിശുദ്ധാത്മാവിൻ്റെ പക്കലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ നമ്മൾ വായിക്കണം. പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥനയിലൂടെ നമ്മളത് വായിക്കണം. അതാണ് വിശുദ്ധ ഗ്രന്ഥത്തിലെ എല്ലാ പ്രവചനങ്ങളും കണക്കുകളും നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് പരിശുദ്ധാത്മാവ് തന്നെയാണ്. ഇതാണ് മാർപ്പാപ്പ നമ്മളെ പ്രബോധിപ്പിക്കുന്നത്. മനോഹരമായൊരു പ്രബോധനമാണിത്. ആത്മീയമായ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണിത്. രക്ഷാകര ദൗത്യത്തിൻ്റെ പൂർത്തീകരണമായ ഈശോയുടെ മരണവും ഉത്ഥാനവും അടക്കമുള്ള എല്ലാ സംഭവങ്ങളിലേക്കും വെളിച്ചം വീശുന്ന ദീപസ്തംഭമായി പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം വിരാജിക്കുന്നു എന്നാണ് പരിശുദ്ധ പിതാവ് പറഞ്ഞ് വച്ചിരിക്കുന്നത്. ഒന്നുകൂടെ വായിക്കാം. രക്ഷാകര ദൗത്യത്തിൻ്റെ പൂർത്തീകരണം നമുക്കറിയാം, ഈശോയുടെ മരണവും ഉത്ഥാനവുമാണ്, സംസ്കാരവുമാണ്. ആ എല്ലാ സംഭവങ്ങളിലേക്കും വെളിച്ചം വീശുന്ന ദീപസ്തംഭമായി വർത്തിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം തന്നെയാണ്. ഈശോയുടെ മരണവും ഉത്ഥാനവുമാകുന്ന ദീപസ്തംഭമാണ് വിശുദ്ധ ഗ്രന്ഥത്തെയും നമ്മുടെ ജീവിതത്തെയും മുഴുവൻ പ്രകാശപൂരിതമാക്കുന്നത്. അവിടുത്തെ മരണവും ഉത്ഥാനവുമാണ് എന്ന കാര്യം ഓർക്കണം. അവിടെ നിന്നാണ് നമ്മുടെ വിശ്വാസമെല്ലാം പൊട്ടിവിടരുന്നത്. അതിലാണ് നമ്മൾ അടിസ്ഥാനം ഇട്ടിരിക്കുന്നത്. 7 താക്കോലുകളാൽ വെളിപാടിൻ്റെ പുസ്തകം നമ്മൾ വായിക്കുന്നുണ്ട്. മുദ്ര വയ്ക്കപ്പെട്ട പുസ്തകമായ പഴയ നിയമത്തെ തുറന്നു വ്യാഖ്യാനിക്കുന്ന ആട്ടിൻകുട്ടിയുടെ പ്രതീകത്തിലൂടെ വെളിപാട് പുസ്തകത്തിൽ ഇവയെല്ലാം വിവരിക്കുന്നുണ്ട്. 5-ാം അധ്യായം 1 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ വെളിപാട് പുസ്തകം വായിക്കുന്നതും ധ്യാനിക്കുന്നതും ഈശോയുടെ മണവാട്ടിയായ തിരുസഭയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ആധികാരിക വ്യാഖ്യാതാവ്. ഇതും ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഓർക്കേണ്ടത്. ഓരോരുത്തർക്കും തോന്നുന്നത് പോലെ വിശുദ്ധ ഗ്രന്ഥം വ്യാഖ്യാനിക്കാൻ പറ്റില്ല. സഭയാണ് അത് വ്യാഖ്യാനിക്കുന്നത്. ഈശോയുടെ മണവാട്ടി എന്നാണല്ലോ തിരുസഭ അറിയപ്പെടുന്നത്. അത് ആധികാരിക വ്യാഖ്യാതാവാണ്. ആ വ്യാഖ്യാനത്തിന് വിധേയരാകാൻ വിശ്വാസികൾ എല്ലാവരും കടപ്പെട്ടവരാണ്. ഏതെങ്കിലും ഒരു അച്ഛൻ പറയുന്നതല്ല. സഭ ഔദ്യോഗികമായി നൽകുന്ന വ്യാഖ്യാനത്തോട് വിധേയപ്പെട്ടായിരിക്കണം നാം ജീവിക്കേണ്ടത്. സഭ ആ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നത് തിരുസഭയാണ് എന്നതുകൊണ്ടാണ് ഈ കാര്യം പറയുന്നത്. തിരുവചനത്തിനും പരിശുദ്ധാത്മാവിനും ഇടയിൽ തിരുവചനവും പരിശുദ്ധ ആധികാരിക വക്താവായി നിലകൊള്ളുന്നത് തിരുസഭയാണ്. ഇത് ശരിയായ ഒരു പഠനത്തിന് മനസ്സിലാക്കലിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നാം വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ പ്രചോദനത്തെ തിരുസഭയുടെ പ്രബോധനവുമായി വ്യാഖ്യാനവുമായി ബന്ധിപ്പിക്കാനുള്ള ചുമതല നമുക്കുണ്ട്. അതുകൂടി പഠിക്കാനും അതനുസരിച്ച് അതിനെ കാണാനും നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക ചൈതന്യം ഉള്ളതുകൊണ്ടാണ് സഭയ്ക്ക് വ്യാഖ്യാതാവായിരിക്കാൻ കഴിയുന്നത് എന്നത് നമ്മൾ ഓർക്കണം. കാരണം സഭ സത്യത്തിൻ്റെ തൂണും കോട്ടയുമാണ്.
തിമോത്തിക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ പൗലോസ്ലീഹ പറഞ്ഞതാണത്. 3:15 സഭ സത്യത്തിൻ്റെ തൂണും കോട്ടയുമാണ്. ഒറ്റയ്ക്കല്ല, സഭയാണ് അത് നമുക്ക് നൽകുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ വിശ്വാസികൾക്കും സത്യാന്വേഷികൾക്കും ശരിയായ വിധം വിശുദ്ധ ഗ്രന്ഥം വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ് സഭയുടെ ചുമതല എന്നതും കൂടി നമ്മൾ ഓർക്കണം. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെയാണ് ചെയ്യേണ്ടത്. വിശ്വാസികൾക്കും സത്യം അന്വേഷിക്കുന്നവർക്കും ശരിയായ വിധം വിശുദ്ധ ഗ്രന്ഥം വ്യാഖ്യാനിച്ചു കൊടുക്കാൻ സഭയ്ക്ക് ഉത്തരവാദിത്തമുണ്ട് എന്ന കാര്യം കൂടി പരിശുദ്ധ പിതാവ് ഇവിടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. തുടർന്ന് പരിശുദ്ധ പിതാവ് പറയുന്നത് ആധ്യാത്മിക വായനയെക്കുറിച്ചാണ്. എങ്ങനെയാണ് ബൈബിൾ വായിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ്. ദൈവവചനത്തിൻ്റെ ആധ്യാത്മിക വായനയ്ക്ക് പറയുന്ന പേരാണ് ജ്ഞാന വായന, ലെക്സിയോ ദിവീന. ഞാൻ ഒരു പ്രാവശ്യം ഇത് അല്പം വിശദീകരിച്ചിട്ടുണ്ട്. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ തിരുവചനത്തെക്കുറിച്ച് എഴുതിയ അപ്പസ്തോലിയ ലേഖനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. അവിടെ പ്രധാനമായും നമ്മൾ ബൈബിൾ വായിക്കേണ്ടത് എങ്ങനെയെന്ന് പറയുമ്പോൾ സഭയുടെ ആദിമകാലം മുതലുള്ള യഹൂദരുടെ ഇടയ്ക്കുള്ള ഒരു വായന രീതിയാണ് ജ്ഞാന വായന എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതിൻ്റെ അർത്ഥം ഒരുപക്ഷെ നിങ്ങൾക്കറിയില്ലായിരിക്കാമെന്നും മാർപ്പാപ്പ പറയുകയാണ്. വ്യക്തിപരവും ധ്യാനപൂർണവുമായ വിശുദ്ധ ഗ്രന്ഥ പാരായണത്തിനായി ഒരു ദിവസം ഒരു നിശ്ചിത സമയം മാറ്റിവയ്ക്കുക എന്നതാണ് ഇതിൻ്റെ അർത്ഥം. ഒരു ദിവസത്തിൽ എല്ലാ ദിവസവും നിശ്ചിത സമയം ധ്യാനമായി പ്രാർത്ഥനയോടെ വായിക്കാൻ മാറ്റിവയ്ക്കണം. വെറുതെ തള്ളി വായിച്ചു വിട്ടിട്ട് കാര്യമില്ല. നമ്മൾ ഓർക്കണം, അതാണ് ലെക്സിയോ ദിവീന. ആവർത്തിച്ച് നമ്മൾ ആ ഭാഗം വായിക്കുകയും ഹൃദയത്തിൽ ഉൾക്കൊള്ളുകയും സംഗ്രഹിക്കുകയും ഒക്കെ ചെയ്യേണ്ടതുണ്ട്. എല്ലാ ദിവസവും കുറച്ച് സമയം തിരുവചനം വായിക്കുവാനും ശ്രദ്ധിക്കുവാനും ധ്യാനിക്കുവാനും ശ്രമിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമായി മാർപ്പാപ്പ നമ്മളെ പഠിപ്പിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഒരു പോക്കറ്റ് എഡിഷൻ, ഇത് മാർപ്പാപ്പ പലപ്പോഴും പറയുന്നതാണ്, എപ്പോഴും നിങ്ങളുടെ കയ്യിലോ ബാഗിലോ ഉണ്ടാവേണ്ടതാണ്. നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ വായിക്കാമല്ലോ. ബൈബിൾ നമ്മുടെ സന്തത സഹചാരിയാകട്ടെ എന്ന ചിന്തയാണ് പാപ്പായ്ക്കുള്ളത്. യാത്ര ചെയ്യുന്നതിനിടയ്ക്കോ ഇടവേളകൾ കിട്ടുമ്പോഴോ നിങ്ങൾക്കത് എടുത്ത് വായിക്കാമല്ലോ. അങ്ങനെ ദിവസം 1, 2, 3 വട്ടം സുവിശേഷം വായിക്കണമെന്നാണ് പാപ്പ പറയുന്നത്. എന്നാൽ സുവിശേഷത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായ വായന നടക്കുന്നത് എല്ലാവരും കൂടി ഒന്നിച്ചു കൂടുന്ന ദിവ്യബലിയിലാണ്. എല്ലാ കുദാശകളുടെ പരികർമ്മത്തിലും വചനമുണ്ട്, വചനം വായിക്കുന്നുണ്ട്. പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും നമ്മൾ വായിക്കുന്നു. അതൊരു ധ്യാനാത്മകമായ വായനയാണ്. അതിന് കൂടുതൽ ഊന്നൽ കൊടുക്കണം എന്ന് പരിശുദ്ധ പിതാവ് പറയുകയാണ്. എങ്ങനെയാണ് പഴയ നിയമത്തിലെ ഒരു സംഭവം അഥവാ പ്രബോധനം പുതിയ നിയമത്തിൽ പൂർണ്ണത നേടുന്നത് എന്ന് ദിവ്യബലി മധ്യേയാണ് നാം മനസ്സിലാക്കുക. ആ വായനകളുടെ പൂർത്തീകരണം, പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണം എങ്ങനെ പുതിയ നിയമത്തിൽ വന്നിരിക്കുന്നു, ഈശോയിൽ വന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ദിവ്യബലിയിലെ വായനകൾ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് പരിശുദ്ധ പിതാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് സർത്താപുരം അത് കേൾക്കേണ്ടതാണ്. തിരുവചനത്തിന് ജീവിതവുമായുള്ള കാലിക ബന്ധം അവിടെ വെച്ച് വൈദികൻ വിശദീകരിച്ച് തരണം. വൈദികരുടെ ഒരു ചുമതലയാണത്. ഒരു പ്രതീകമോ ഒരു പ്രത്യേക ചിന്തയോ വികാരമോ ഉൾക്കൊള്ളുന്ന തരത്തിൽ ഏറ്റവും സംക്ഷിപ്തമായിരിക്കണം ഈ വിശദീകരണം എന്നും മാർപ്പാപ്പ പറയുന്നുണ്ട്. മാർപ്പാപ്പ പൊതുവെ പറയുന്ന ഒരു പോയിൻ്റാണ് 8 മിനിറ്റിൽ കൂടുതൽ ഒരു സുവിശേഷ പ്രസംഗം നീണ്ടു പോകരുത് എന്നതാണ് മാർപ്പാപ്പയുടെ നിർദ്ദേശം. അങ്ങനെ വന്നാൽ 8 മിനിറ്റ് കൂട്ടിപ്പോയാൽ ആളുകളുടെ ശ്രദ്ധ മാറും, അവർ ഉറക്കത്തിലേക്ക് പോകും, അവർ ഉറങ്ങിപ്പോകും. മാർപ്പാപ്പ പറയുകയാണ്, ഇതാണ് തങ്ങൾ എന്താണ് പറയുന്നത് എന്നതിനെക്കുറിച്ച് ബോധ്യമില്ലാത്ത വാചാലപ്രിയരായ വൈദികരോട് എനിക്ക് പറയാനുള്ളത്. ഒത്തിരി നീട്ടി പറയുന്നവരോട് മാർപ്പാപ്പയുടെ ഉപദേശമാണിത്. എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ നിങ്ങളൊരു ചെറിയ സൂചന നൽകിയാൽ മാത്രം മതി എന്നും പരിശുദ്ധ പിതാവ് പറയുകയാണ്. കേവലം പുസ്തകത്തിൽ നിന്ന് പുറത്തു കടന്ന് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ളതാകണം ഓരോ സുവിശേഷ പ്രസംഗവും.
ആ ഒരു നിർദ്ദേശം കൂടി മാർപ്പാപ്പ ഇവിടെ നൽകുന്നുണ്ട്. മണിക്കൂറുകൾ നീളുന്ന ദിവ്യബലി മധ്യേ ചൊല്ലപ്പെടുന്ന നിരവധി വാക്കുകളിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ നമ്മെ വ്യക്തിപരമായി സ്പർശിക്കാൻ അനുവദിക്കണം. അത് നമ്മുടെ ഹൃദയത്തെ വന്ന് തൊടും എന്ന് മാർപ്പാപ്പ പറയുകയാണ്. വചനം നമ്മുടെ ഹൃദയത്തെ തൊടും. നമ്മൾ വിശ്വാസത്തോടെ, പ്രാർത്ഥനയോടെ, ധ്യാനാത്മകമായി വായിച്ചാൽ അത് നമ്മൾ പരിശീലിക്കണം. നമ്മുടെ ദിവസത്തെ മനോഹരമാക്കും അത്. നമ്മുടെ പ്രാർത്ഥനകളെ പ്രചോദിപ്പിക്കും അത്. കാരണം വചനം നമ്മൾക്ക് പ്രാർത്ഥനയ്ക്ക് പ്രചോദകമാകണം. അതുകൊണ്ട് സുവിശേഷ പ്രസംഗം ഒരിക്കലും ബധിരകർണങ്ങളിൽ വീഴാതിരിക്കട്ടെ എന്ന് മാർപ്പാപ്പ ആശംസിക്കുകയാണ്. അത് ചുമ്മാങ്ങ് പറഞ്ഞു പോകാതെ ഇരിക്കട്ടെ എന്നാണ്. ദൈവവചനവുമായി പ്രണയത്തിലാവാൻ സഹായിക്കുന്ന ഒരു ചിന്ത കൂടി പങ്കുവെച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാമെന്ന് മാർപ്പാപ്പ പറയുകയാണ്. ചില സംഗീത ശകലങ്ങൾ പോലെ അടിസ്ഥാനപരമായി തിരുവചനങ്ങളുടെ തുടക്കം മുതൽ ഒടുക്കം വരെ ഒരു ശ്രുതി ചേർന്ന് കിടപ്പുണ്ട് എന്ന് പാപ്പ പറയുകയാണ്. ദൈവസ്നേഹമാണ് ആ ശ്രുതി. വചനത്തിൽ എപ്പോഴും നിലനിൽക്കുന്ന കാര്യം അതാണ്. അടിസ്ഥാനപരമായി അടിയൊഴുക്കായി നിൽക്കുന്നത് ദൈവസ്നേഹമാണ്. വിശുദ്ധ അഗസ്റ്റിൻ പറഞ്ഞിട്ടുണ്ടല്ലോ, വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ പറയുന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ്, നമ്മോടുള്ള സ്നേഹത്തെക്കുറിച്ചാണ്. വരൻ വധുവിനെന്നതുപോലെ സർവശക്തനായ ദൈവം പറയുകയാണ്. ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള സംഭാഷണം എടുത്തു പറഞ്ഞുകൊണ്ട് പറയുകയാണ്, തൻ്റെ സൃഷ്ടികൾക്കായി അയച്ച പ്രണയ സന്ദേശമാണിത്. ഇത് ഒരു വിശുദ്ധൻ്റെ വാക്കുകളാണ്, വിശുദ്ധ ഗ്രിഗരി പറഞ്ഞ വാക്കുകളാണിത്. തിരുവചനത്തിൽ ഉൾച്ചേർന്നിരിക്കുന്ന ഈശോയുടെ ഹൃദയത്തെ അറിയുവാൻ നമ്മെ ഉത്ബോധിപ്പിക്കുന്ന വിധത്തിലാണ് ആ സന്ദേശം എഴുതപ്പെട്ടിരിക്കുന്നത്. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പറഞ്ഞത് അങ്ങനെയാണല്ലോ, അദൃശ്യനായ ദൈവം തൻ്റെ സ്നേഹത്തിൻ്റെ പാരമ്യത്താൽ സ്നേഹിതരോടെന്ന പോലെ മനുഷ്യരോട് സംസാരിക്കുകയും അവർക്കിടയിൽ ജീവിക്കുകയും ചെയ്യുന്നു. തന്നെ പിന്തുടരാൻ അവരെ ക്ഷണിക്കുകയും ചെയ്യുന്നു. ദൈവവചനത്തെക്കുറിച്ചുള്ള ആ ഡിക്രിയിലെ 2-ാം നമ്പറിൽ നമ്മൾ കാണുന്നതാണ്. വളരെ മനോഹരമാണ് ഈ ചിന്ത, പ്രായോഗികമാണിത്. നമുക്ക് പരിശുദ്ധാത്മാവിൽ പ്രചോദിതരായി ബൈബിൾ കുറേ കൂടി തീക്ഷ്ണമായി വായിക്കാനും പഠിക്കാനും പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനും ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. പരിശുദ്ധ പിതാവിൻ്റെ മറ്റൊരു സന്ദേശവുമായി കണ്ടുമുട്ടാൻ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.